നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് ഓസ്ട്രേലിയയിൽ ഭീമമായ രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനം അനുഭവിച്ചു തുടങ്ങിയത്. സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയ കാട്ടുതീ മാസങ്ങളോളമാണ് ഓസ്ട്രേലിയയിൽ നിലനിന്നതും 33 പേരാണ് അന്ന് കാട്ടുതീയിൽ മരിച്ചത്. അതുമാത്രമല്ല, ഏറ്റവും ഭയാനപ്പെടുത്തുന്ന കാര്യം 1 കോടിയിലധികം മൃഗങ്ങൾക്കും ജീവൻ നഷ്ടമായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2500-ലധികം വീടുകൾ പൂർണ്ണമായും കത്തി ചാമ്പലായി. 11.7 മില്യൺ ഹെക്ടർ ഭൂമി കത്തി നശിക്കുകയും ചെയ്തു. ജനുവരി പകുതിയോടുകൂടി ആശ്വാസമായി മഴയെത്തിയെങ്കിലും ചിലയിടങ്ങളിൽ അതിശക്തമായി മഴ പ്രളയം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ മഴ പെയ്തിട്ടും പലയിടങ്ങളിലും കാട്ടുതീ പൂർണ്ണമായും അണയ്ക്കാൻ ആയിരുന്നുമില്ല. മറ്റു ചിലയിടങ്ങളിൽ മഴയ്ക്കൊപ്പം ആലിപ്പഴ വീഴ്ചയും ഉണ്ടായി. മഴയ്ക്ക് പിന്നാലെ സിഡ്നിയിലെ ഉൾപ്പെടെ ശക്തമായ പൊടിക്കാറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ആഴ്ച വീണ്ടും ഭീഷണിയായി കാട്ടുതീ എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ തലസ്ഥാന നഗരമായ കാർബറയെ വളഞ്ഞാണ് ഇപ്പോൾ കാട്ടുതീ ക്രമാതീതമായി ഉയരുന്നത്. നിയന്ത്രണത്തിന് അതീതമായി പടർന്ന കാട്ടുതീ 35,000 ഹെക്ടറിലധികം സ്ഥലത്താണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടുതീ അടുത്തെത്തുമ്പോൾ കാൻബറയിലെ ജനങ്ങൾ രക്ഷ തേടി പരക്കം പായുകയാണ്. ചുറ്റും തീയാണ്. എങ്ങോട്ട് ഓടി രക്ഷപ്പെടണമെന്ന് അറിയില്ല. അങ്ങനെ പരിഭ്രാന്തരായിരിക്കുകയാണ് ഒരു പറ്റം ജനങ്ങൾ. കാട്ടുതീ രൂക്ഷമായതിനാൽ പലയിടങ്ങളിലും ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നു. കാട്ടുതീയാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് എങ്ങനെ പോകുവാനാണ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. കാൽബറയുടെ പരിസരങ്ങളിലായി 6 ഇടങ്ങളിലാണ് കാട്ടുതീ പടർന്നത്. ന്യൂ സൗത്ത് വെയിൽസിലും വ്യാപകമായി കാട്ടുതീ പടർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റും കനത്ത ചൂടുമാണ് ഓസ്ട്രേലിയയിൽ പലയിടത്തും അനുഭവപ്പെടുന്നത്. ഇതുതന്നെയാണ് കാട്ടുതീ രൂക്ഷമാക്കുവാനും പെട്ടെന്ന് പടരാനുമുള്ള കാരണമായി കണക്കാക്കുന്നത്. കാൻബറയിൽ വെള്ളിയാഴ്ച സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. കാട്ടുതീ ഭീഷണി തുടർന്നാണ് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 2003 ശേഷം ഇത് ആദ്യമായാണ് ഇത്ര രൂക്ഷമായ കാട്ടുതീ കാർബറിലും പരിസരത്തും ഉണ്ടാകുന്നത്. കാട്ടുതീ ഭീഷണിയുള്ള പ്രദേശങ്ങളിലുള്ളവർ കിട്ടാവുന്നത്ര പാത്രങ്ങളിലും ബാത്ത് ടബുകളിലുമെല്ലാം വെള്ളം ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് ശക്തമാകുന്നതോടുകൂടി കാട്ടുതീ അതിവേഗം വലിയ പ്രദേശങ്ങളിലേക്കും പടരുമെന്ന് തന്നെയാണ് സൂചനകൾ നിന്ന് വ്യക്തമാകുന്നത്. കാട്ടുതീ തൊട്ടടുത്തെത്തിയതോടുകൂടി കാൽബറിലെ വിമാനത്താവളം വ്യാഴാഴ്ച അടച്ചിടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. സെപ്റ്റംബർ മുതൽ പടർന്നു പിടിച്ച കാട്ടുതീ ഏറ്റവും അധികം രൂക്ഷമായത് ന്യൂ സൗത്ത് വെയിൽസ് തലസ്ഥാനമായിരുന്നു. മഴ പെയ്ത് ഇടവേളയ്ക്ക് ശേഷം വരൾച്ചയ്ക്കും കാട്ടുതീ തിരിച്ചു വന്നപ്പോഴും ന്യൂ സൗത്ത് വെയിൽസിനെ പിടികൂടിയുണ്ടായി. ഇവിടെ 60-ലധികം ഇടങ്ങളിൽ തീ പടർന്നുകൊണ്ട് ഇടിക്കുകയാണ്. ശനിയാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ബെഗാവലിയിൽ 3 വൻ കാട്ടുതീയാണ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം പടരുന്ന കാട്ടുതീ അന്തരീക്ഷത്തിന്റെ സ്വാഭാവിക ആകെ മാറ്റുന്നുമുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിനൊപ്പം കാട്ടുതീ ഏറ്റവും അധികം നാശം വിതച്ച മറ്റൊരു സ്ഥലമാണ് വിക്ടോറിയ. 2ാം വരവിലും കാട്ടുതീ വിക്ടോറിയയിൽ വലിയ രീതിയിലാണ് നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. 20 ഇടങ്ങളിലാണ് ഇവിടെ കാട്ടുതീ പടരുന്നത്. ഇതിൽ ചിലത് അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, മിന്നൽ പ്രളയമുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമായി പറയുന്നു. മഴ കുറഞ്ഞതും താപനിലയിൽ വർധനവുണ്ടായതുമാണ് ഓസ്ട്രേലിയയിൽ കുറ്റിക്കാടുകളിൽ തീപിടുത്തം വളരുവാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. മഴയുടെ അഭാവം സസ്യങ്ങളെ വളരെ വരണ്ടതും എളുപ്പം കത്തുന്നതുമാക്കി. ഇതാണ് വലിയ തോതിൽ തീ പടരുവാൻ കാരണമായത്. 1910 മുതലുള്ള കണക്ക് പ്രകാരം ഏകദേശം 1 ഡിഗ്രി താപനില ഓസ്ട്രേലിയയിൽ ഉയർന്നിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിലെ ഫലമായി ഉണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങളും അതിൽ കൂടി വരുന്ന ദൈർഘ്യവും ആവൃത്തിയും ഒക്കെയാണ് ഈ തീപിടുത്തത്തിന് കാരണമാകുന്നതെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.